കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിൽ മദ്യലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിൽ മദ്യലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. വൈകിട്ട് 5:30 നടന്ന ദിവ്യബലിയിൽ ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മദ്യലഹരി വിരുദ്ധ സമിതി അംഗങ്ങളുടെയും മദ്യവിമുക്തി നേടിയവരുടെയും കാഴ്ച സമർപ്പണം, 5 വർഷത്തിലധികമായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാത്ത വ്യക്തികളെ ആദരിക്കൽ, ലഹരി വിരുദ്ധ പോസ്റ്റർ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനം, ലഹരി വിരുദ്ധ പ്രതിജ്ഞ എന്നിവയുണ്ടായി. തുടർന്ന് KCPC മദ്യലഹരി വിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പാരിഷ് ഹാളിൽ നടന്ന ജാഗ്രതാ സദസ്സ് ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്തു. KCPC മദ്യലഹരി വിരുദ്ധ സമിതി പ്രസിഡന്റ് സിജോ ചിറയത്ത് അധ്യക്ഷനായി. KCPC മദ്യലഹരി വിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറി അന്തോണിക്കുട്ടി ചതലൻ, സെക്രട്ടറി വിനോയ് മംഗലൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ലിൻഡോ കാരേക്കാട്ട്, മദർ സുപ്പീരിയർ സിസ്റ്റർ ജ്യോതിസ്, നടത്തുകൈക്കാരൻ ജോസ് മാത്യു ഊക്കൻ, കേന്ദ്ര സമിതി പ്രസിഡന്റ് പ്രിൻസ് ചിറ്റാട്ടുകര, KCPC മദ്യലഹരി വിരുദ്ധ സമിതി രൂപതാ പ്രതിനിധി ലിലി ജോസഫ്, മദ്യലഹരി വിരുദ്ധ സമിതി ഫൊറോന പ്രതിനിധി ഷേർലി ഷിജു മംഗലൻ തുടങ്ങിയവർ സംസാരിച്ചു. മദ്യരാസലഹരിക്കെതിരെ കൂടുതൽ ശക്തമായി പ്രതികരിക്കാനും ഫലപ്രദമായ രീതിയിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മദ്യവിരുദ്ധ പ്രവർത്തകൻ മഹാത്മാഗാന്ധിജിയാണ്. ഗാന്ധി മാർഗത്തിലൂടെ ചലിക്കുന്നവർ മദ്യപാനത്തിന്റെ വഴികൂടെ യാത്ര ചെയ്യരുതെന്ന് ഗാന്ധിജി ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട്. സഭയിൽ വർഷങ്ങളായി ദശാബ്ദങ്ങളായി മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ മനസ്സിൽ വരുന്ന ആദ്യത്തെ മുദ്രാവാക്യം, നമ്മളൊക്കെ കൊച്ചു പ്രായത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ പല മുദ്രാവാക്യങ്ങളും ആരെങ്കിലും വിളിച്ചു തരുന്നത് ഏറ്റുപിടിച്ചിട്ടുണ്ട്. അതിലെൻ്റെ മനസ്സിൽ വരുന്ന ആദ്യത്തെ മുദ്രാവാക്യം മദ്യത്തിനെതിരെയുള്ള ഒരു മുദ്രാവാക്യമാണ്. അത് LP സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരിക്കും എന്ന് വിചാരിക്കുന്നു. അത് ഏറ്റുപിടിച്ചത് കട്ടനും വേണ്ട, ഒരു കുട്ടനും വേണ്ട, നാടനും വേണ്ട, ഒരു ഫോറിനും വേണ്ട. ഇതിനൊരു 45 വർഷത്തെ പഴക്കമുണ്ട് എൻ്റെ മനസ്സിൽ കയറിയിട്ട്. ഈ മുദ്രാവാക്യം എൻ്റെ മനസ്സിൽ കയറിയ ശേഷം 45 വർഷം കഴിഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ അത് പള്ളിയിൽ നടത്തിയ ഒരു മദ്യവിരുദ്ധ